സുഖമായിരിക്കുന്നുണ്ടോ? പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് സ്വാഗതം. അതെ, ഗുഡ് ന്യൂസ് നിങ്ങൾ കേട്ടോ. ഗുഡ് ന്യൂസ് തീർച്ചയായിട്ടും കുറച്ച് നേരമായിട്ട് എന്റെ ഫോൺ എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗുഡ് ന്യൂസ് വന്നു, നിങ്ങൾ എന്താ വീഡിയോ ഇടാത്ത? ഗുഡ് ന്യൂസ് നിങ്ങൾ കേട്ടില്ലേ, കണ്ടില്ലേ എന്നൊക്കെയാണ് എന്റെ ഫോൺ എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ആരാള് സ്റ്റാറ്റസ് ഇട്ടു എന്നാ പറയുന്നത്. ഗുഡ് ന്യൂസ് ഇൻ UK and visa and immigration dependents are allowed in care sector. They changed the COS code. അതായത് COS കോഡ് ചേഞ്ച് ചെയ്തു. പുള്ളി CS കോഡ് ജോബ് കോഡ് ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ് പുള്ളി ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇതൊക്കെ ഉള്ളതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് പല ഗ്രൂപ്പിലും ഇത് ചർച്ചാ വിഷയമാവുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഗ്രൂപ്പിലും വരാനുള്ള സാധ്യതയുണ്ട്. ഇനി കെയറേഴ്സിന് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ്, പറ്റും എന്നാണ് ഇവിടെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി കെയറേഴ്സിന് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത്. അത് മാത്രമല്ല, കുറച്ച് മുമ്പ് നേരെ കണ്ട ഒരു സുഹൃത്തടക്കം പറഞ്ഞു, ഇല്ല കുറച്ച് മുമ്പ് വന്നുള്ള അപ്ഡേറ്റ് കെയറേഴ്സിന് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റും. ഞാൻ പറഞ്ഞു പറ്റും എന്ന് തന്നെയാണ് അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലേ? തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ നിങ്ങൾ എനിക്ക് ഇത് അയച്ചു തന്നിരിക്കുക. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്ത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ ഇൻഫോർമേറ്റീവ് ചാനൽ കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ വിളിക്കുക, ഷെയർ ചെയ്യുക. വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ ഇമിഗ്രേഷൻ റൂൾസ് അവർ തെറ്റുകൊണ്ട് കാര്യമില്ല കേട്ടോ. അവർ ആ ഒരു ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരുന്നത്, ദ സ്കിൽഡ് വർക്കർ റൂട്ട്സ് ഈസ് ഫോർ എംപ്ലോയേഴ്സ് ടു റിക്രൂട്ട് പീപ്പിൾ ടു വർക്ക് ഇൻ ദ UK, ഇൻക്ലൂഡിംഗ് ഇൻ UK വാട്ടേഴ്സ് ഇൻ എ സ്പെസിഫിക് ജോബ്. എ സ്കിൽഡ് വർക്കർ മസ്റ്റ് ഹാവ് എ ജോബ് ഓഫർ ഇൻ ആൻ എലിജിബിൾ ഒക്യുപ്പേഷൻ ഫ്രം ഹോം ഓഫീസ് അപ്രൂവ്ഡ് സ്പോൺസർ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, ഡിപ്പെൻഡന്റ് പാർട്ട്ണർ ആൻഡ് ഡിപ്പെൻഡന്റ് ചിൽഡ്രൻ ക്യാൻ അപ്ലൈ ഓൺ ദിസ് റൂട്ട്. അതായത് ഇത് കൊടുത്തിട്ട് അതിന് മുകളിൽ ഡിപ്പെൻഡന്റ് പാർട്ട്ണർ ആൻഡ് ഡിപ്പെൻഡന്റ് ചിൽഡ്രൻ ക്യാൻ അപ്ലൈ ഓൺ ദിസ് റൂട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ സ്കിൽഡ് വർക്കർ റൂട്ട് സെറ്റിൽമെന്റ് എന്നുള്ളത് കൊടുത്തിരിക്കുന്നതിൽ കുറേ അധികം ജോബുകൾ കൊടുത്തിട്ടുണ്ട്. ആ കുറേ അധികം ജോബുകൾ കൊടുത്തതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 6135, 6136 അത് കെയർ വർക്കേഴ്സ് ആൻഡ് ഹോം കെയറേഴ്സ്, പിന്നെ സീനിയർ കെയർ വർക്കേഴ്സ്, ഇതാണ് അതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ടാണ് ആക്ച്വലി പറഞ്ഞു വെച്ചാൽ ഇനി ഡിപ്പെൻഡൻസിനെയും ഇനി ഈ കെയറേഴ്സിന് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും അതിനുശേഷം എൻ്റെ അടുത്ത് ഞാൻ വീഡിയോ ചെയ്യാൻ പലരും പറഞ്ഞ് എന്താ വീഡിയോ ചെയ്യാത്തെന്നുള്ളത്. ഇതൊരു ന്യൂസ്, ഈ ഒരു ലിങ്ക് കൊണ്ട് നമുക്ക് ഒരു വീഡിയോ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഞാൻ നമ്മുടെ സോളിസിറ്ററിനോട് ചോദിച്ചു. സോളിസിറ്റർ ഇത് കുറച്ച് തെരഞ്ഞ് പുള്ളി എൻ്റെ അടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജുകൾ അയച്ചു. പുള്ളി ആക്ച്വലി എൻ്റെ അടുത്ത് പറഞ്ഞു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, സ്കിൽഡ് വർക്കേഴ്സിന് ഡിപ്പെൻഡൻസിനും ചിൽഡ്രൻസിനും കൊണ്ടുവരാൻ പറ്റും. ഇത് എപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് 11 മുമ്പ് വിസ എടുത്തിട്ടുള്ള ആൾക്കാർക്ക്, മാർച്ച് 11 മുമ്പ്, അതായത് ഈ കെയർ വർക്കേഴ്സിന്റെ റെസ്ട്രിക്ഷൻ, ഡിപ്പെൻഡൻസിന്റെ റെസ്ട്രിക്ഷൻ വരുന്നതിന് മുമ്പുള്ള ആൾക്കാർക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് അന്നും ഹോം ഓഫീസ് പറഞ്ഞിട്ടുണ്ട്, അന്നും ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. ആ മാർച്ച് 11 മുമ്പ് വിസ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് വിസ റിന്യൂ ചെയ്യുന്നതിനോ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനോ അവരുടെ സെറ്റിൽമെന്റിന് പോകുന്നതിനോ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഹോം ഓഫീസിന്റെ ഈ പറഞ്ഞ ഗവൺമെന്റ് ഓഫ് UKയുടെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു വെബ്സൈറ്റ് ആണ്. ഇല്ലെങ്കിൽ തന്നെ ഇവരുടെ നിയമങ്ങൾ നമുക്ക് നേരിട്ട് എഴുതിയിരിക്കുന്നത് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും പിടികിട്ടൂല. ഇതിന്റെ കുറെ കാര്യങ്ങൾ ഇവര് സബ്സെക്ഷൻസ് ആയിട്ടും അവിടെയൊക്കെ കൊടുത്ത് ഡിവൈഡ് ചെയ്ത് അങ്ങോട്ടൊക്കെ കൊടുത്തിട്ടായിരിക്കും ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പാർട്ട് വായിച്ചിട്ട് നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്യുന്ന മറ്റൊരു പാർട്ട് ഉണ്ടാവും, അത് നമ്മൾ കാണാതെ പോകും. അപ്പോഴാണ് നമ്മളിത് കൺഫ്യൂഷൻ. ഇങ്ങനെയുള്ള ലിങ്ക് ഇങ്ങനെ തിരഞ്ഞു കഴിഞ്ഞാൽ കുറെ കിട്ടും, നമുക്ക് പല ടൈപ്പ് ലിങ്കുകൾ നമുക്ക് കിട്ടും. പക്ഷെ അതൊന്നും കറക്റ്റ് അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് സ്റ്റാറ്റസ് ഇട്ട പോലെ ജോബ് കോഡ് ചേഞ്ച് ആയി, അപ്പൊ അതുകൊണ്ട് ഡിപ്പെൻഡിനെ കൊണ്ടുവരാം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോബ് കോഡ് ചേഞ്ച് ആയത് നമുക്കറിയാം April 4, 2024 അതായത് നമ്മുടെ ന്യൂ ഇമിഗ്രേഷൻ, അതായത് സാലറി ലിസ്റ്റ് വരുന്നതും അതുപോലെ തന്നെ പല കാര്യങ്ങളും നിലവിൽ വരുന്നതും അല്ലെ, സാലറി ത്രഷോൾഡ് നിലവിൽ. ആ സമയത്ത് ജോബ് കോഡ് ചേഞ്ച് ആയിട്ട് 2010 എന്നുള്ള ജോബ് കോഡ് മാറ്റി 2020 ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാത്തിന്റെയും ജോബ് കോഡ് ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതാണ് കഴിഞ്ഞ ദിവസങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഈ ജോബ് കോഡ് ചേഞ്ച് ആയതിനെ പറ്റിയും നിങ്ങളുടെ ജോബ് കോഡ് കണ്ടെത്തുന്നതിന്റെ കാര്യവും പറ്റിയും നമ്മൾ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്, 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നിങ്ങളുടെ ജോബ് കോഡ് ഏതാണെന്ന് തെരഞ്ഞ് കണ്ടെത്തുക എന്നുള്ളത് വീഡിയോ ചെയ്ത് അതാരും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു സംശയം വന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോൾ ഉള്ള ജോബ് കോഡ് എല്ലാവരുടെയും ചേഞ്ച് ആയിട്ടുണ്ട്.
നിങ്ങൾ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ ജോബുകളൊക്കെ പോയിട്ട് ഇപ്പൊ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ജോബ് കോഡുകളെല്ലാം മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് എന്നെ കോൺടാക്ട് ചെയ്ത് വിളിച്ചു, ചേട്ടാ എന്റെ ജോബ് കോഡ് നോക്കുമ്പോൾ ഇപ്പൊ മാറി, എന്റെ ജോബ് കോഡിന്റെ പകരം വേറെ ഏതൊക്കെ ജോബുകളാണ് കിടക്കുന്നത്. അത് ആണെങ്കിൽ ഞാൻ ഇനിയിപ്പോ വിസ റിന്യൂ ചെയ്യണ സമയത്ത് എനിക്ക് അത് എലിജിബിൾ ആവില്ല, എനിക്ക് ഇനിയിപ്പോ സാലറി ഇത്ര വേണം, സാലറി ത്രഷോൾഡ് ആ ജോബ് കാണിക്കുന്നത് ഇത്രയാണ് എന്നുള്ള രീതിയിലൊക്കെ വന്ന് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന ജോബ് കോഡിൽ ഇപ്പൊ നിങ്ങളുടെ സാലറി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 10 മടങ്ങ് ഒരുപാട് കൂടിയിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല ജോബ് കോഡ് മാറിയത് കൊണ്ട് തന്നെ പഴയ ജോബ് കോഡിലുള്ളത് ഇപ്പൊ ജോബൊക്കെ വേറെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊക്കെ കണ്ട് കൺഫ്യൂസ്ഡ് ആവണ്ട. തീർച്ചയായിട്ടും അതേപോലെ തന്നെ ജോബ് കോഡ് മാറിയിരിക്കുന്നതാണ് ഇതും. പക്ഷെ ഇത് മാറിയത് കൊണ്ട് നമ്മൾ ഈ ഗവൺമെന്റ് നിർത്തലാക്കിയ കെയർസിന്റെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നു എന്നുള്ള എവിടെയും നിയമങ്ങൾ വന്നിട്ടില്ല. നിങ്ങളൊരു കാര്യം ചിന്തിച്ചാൽ മതി, ഈ നമ്മുടെ ഗവൺമെന്റ് ഈ കെയർസിനെ ഡിപ്പെൻഡൻസിനെ നിർത്തലാക്കുന്നതിന് മുമ്പ് എത്ര പ്രാവശ്യം ഒരു ന്യൂസുകൾ വന്നു, ലീക്കായി, ഇല്ലെങ്കിൽ ന്യൂസുകൾ കൊണ്ടുവന്ന് അതിനെ റിവ്യൂ കൊടുത്തു, അതിനെക്കുറിച്ച് ചർച്ചകളും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് ഈ ഒരു നിയമം പാസ്സാക്കി എടുത്തത് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ നിയമം പാസ്സാക്കാൻ കുറെ അധികം സമയം പിടിച്ചു. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എണീച്ചിട്ട് എന്നാ നിയമം മാറ്റിക്കോളാം എന്ന് പറയാൻ പറ്റില്ല. ഒന്നാമത്തെ കേസ്. പിന്നെ ജോബ് കോഡിന്റെ കേസല്ല, അതിന്റെ താഴത്ത് തന്നെ അവർ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ where the applicant is sponsored, employed or engaged by one of the following England എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുകയാണെങ്കിൽ an NHS Foundation Trust, an NHS Trust, the Care Quality Commission, the Health Education England, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. അല്ലാതെ ഇവിടെ നമ്മുടെ കെയർ ഹോമുകളുടെ പേരുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല അല്ലേ. തീർച്ചയായിട്ടും നിങ്ങൾ കാര്യം ഒന്ന് ചിന്തിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ NHS-ലൊക്കെ സപ്പോർട്ട് വർക്കർ റോളിനും നഴ്സിംഗ് അസിസ്റ്റന്റ് റോളിനൊക്കെ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അവർക്കൊന്നും ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നതിന് ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷനും ഇല്ല. അത് ഇപ്പോഴും ഇല്ല, അതിന് റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിട്ടുമില്ല. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി NHS-ൽ വർക്ക് ചെയ്യുന്ന കെയർ സപ്പോർട്ട് വർക്കേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ ഡിപ്പെൻഡൻസിന് അലൗഡ് ആണ്. മറ്റ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതാണ് ട്രസ്റ്റ് ബൈ കെയർ ക്വാളിറ്റി കമ്മീഷൻ. അതിന്റെ അണ്ടറിൽ എനിക്ക് ആൾക്കാർ വർക്ക് ചെയ്യുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇപ്പോൾ സോളിസിറ്റർ പറഞ്ഞ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ താഴെ തന്നെ നമുക്ക് ഈ ലിങ്കിന്റെ താഴെ തന്നെ നിങ്ങൾ ചകഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അമെൻമെന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടാകും. ഇത് ഇങ്ങനെയുള്ളൊരു ഫയലാണ്. ഈ ഒരു ഫയലിനകത്ത് ഒരുപാട് ഫയലുകൾ കിടക്കുന്നുണ്ട്. ഈ ഫയലുകളൊക്കെ ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. അതിനകത്ത് കുറെ ആക്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അത് നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല, അത് സോളിസിറ്റേഴ്സിനെ കൊണ്ട് പറ്റുന്ന പരിപാടിയാണ്. സോളിസിറ്റേഴ്സ് ആണ് ഇപ്പൊ എൻ്റെ അടുത്ത് ഈ ഒരു കാര്യം പറഞ്ഞത്. അത് റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്, ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്, ഇല്ലെങ്കിൽ ആൾക്കാർ അത് വായിച്ച് തെറ്റിദ്ധരിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് ആ ഒരു ഫയൽ മാത്രം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തെറ്റിദ്ധരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കെയറേഴ്സിന്റെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു നിയമമൊന്നും ഇതുവരെ വന്നിട്ടില്ല. അത് നിർത്തലാക്കി എന്നുള്ള നിയമം വന്നിട്ടുണ്ട്, അതിനുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി പുതിയതായിട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഇനി അത് തെറ്റിദ്ധരിപ്പിക്കുന്ന ആൾക്കാർ ഇനി ചിലപ്പോൾ വിസ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയായിരിക്കാം, വിസ കച്ചവടം ആയിരിക്കാം അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആ തെറ്റിദ്ധാരണയിൽ പെട്ട് ആർക്കെങ്കിലും കൊണ്ട് പൈസ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. കെയർ വിസയൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ ഡിപ്പെൻഡൻസ് ഇല്ല എന്ന് മാത്രം മനസ്സിലാക്കുക. ജോബ് കോഡ് മാറ്റാനായിട്ട് കുറച്ച് നാളുകളായിട്ട് ഏജൻസികൾ ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. കാരണം ജോബ് കോഡ് മാറ്റിയിട്ട് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റുന്ന ജോബ് കോഡുകളൊക്കെ കെയർ ഹോമിൽ ഇപ്പോൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയും കഴിഞ്ഞ ദിവസങ്ങൾ നമ്മുടെ സുഹൃത്തായിട്ടുള്ള അനീഷ് അബ്രഹാമിന്റെ ഫേസ്ബുക്ക് പേജിലെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ കാണുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 2 വട്ടം നിങ്ങൾ സോളിസിറ്ററുമായിട്ട് സംസാരിക്കുക. നിങ്ങളുടെ സോളിസിറ്ററിനെ ബുക്ക് ചെയ്യുക, വിളിച്ച് സംസാരിക്കുക എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. കുറേ ഫയലുകളുണ്ട്, തെറ്റിദ്ധരിപ്പിക്കണ്ട എന്നുള്ളത് മാത്രം പറയുന്നു. ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാണാം.